ക്ലോഡ് കോഡ് വന്നതോടുകൂടി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ പണി പോകുമെന്നും പറഞ്ഞിട്ട് കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ചാറ്റ് ജിപിടിയും ജെമിനയൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ക്ലോഡിന് വ്യത്യാസം? ചാറ്റ് ജിപിടിയിലും ജെമിനയിലും ഒക്കെ നമ്മൾ ഒരു ചാറ്റ് ചെയ്യുന്ന പോലാണ്. ഇപ്പം നമുക്കൊരു നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചിലപ്പോൾ ആ ഒരു കോഡ് സ്നിപ്പറ്റ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഇതിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ നിങ്ങൾ ഈ ഒരു ലൈൻ ഇങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഈ ഇഷ്യൂ വന്നത്, ഇതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അവർ വേറൊരു സ്നിപ്പറ്റ് തരും. അപ്പോൾ നമുക്കത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്കതങ്ങനെ കറക്റ്റ് ചെയ്യാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവർ നമുക്കതിനൊരു ആൻസർ തരുന്നു, അത് നമ്മൾ ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഒരു കോൺവെർസേഷൻ ഏജൻറ്റ് പോലെയാണ് ചാറ്റ് ജിപിടി ആണെങ്കിലും ജെമിനിയൊക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ക്ലോഡ് അങ്ങനെയല്ല. നമ്മൾ അതിൻ്റെ ഒരു ടെർമിനലിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് കോഡ് എഴുതി അത് ടെസ്റ്റ് കേസൊക്കെ റൺ ചെയ്ത് എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് വേണമെങ്കിൽ കോഡ് കമ്മിറ്റും ചെയ്ത് പുഷൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഡെവലപ്പർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ക്ലോഡിന് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഗിറ്റ് ഹബിൽ നമ്മളൊരു ഇഷ്യൂ കണ്ടിട്ട് ഒരു ന്യൂ ഇഷ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ക്ലൗഡിനെ ക്ലൗഡ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് ഇത് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് ഫിക്സ് ചെയ്ത് അത് പുതിയ PR-ഉം റേസ് ചെയ്യും. അപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ ചാറ്റ് ജിപിടിയും അല്ലെങ്കിൽ ജെമിനയും നമ്മുടെ ക്ലോഡും തമ്മിൽ എന്താ വ്യത്യാസം എന്ന്? ചാറ്റ് ജിപിടിയും ജെമിനയും ഒക്കെ ഒരു ചാറ്റ് ബോക്സ് പോലെയാണ്. നമ്മൾ ഡൗട്ട് ചോദിക്കുന്നു, അത് ആൻസർ തരുന്നു, നമ്മളാണ് അത് ട്രൈ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ക്ലോഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം അത് ചെയ്തോളും. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ബാക്കിയെല്ലാം നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറയുക, ബാക്കിയുള്ള എല്ലാ ആക്ഷൻസും ക്ലോഡ് ചെയ്യും. അപ്പോൾ ചാറ്റ് ജിപിടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരത്തേ ഉള്ളൂ, അല്ലാതെ അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുകയോ കമ്മിറ്റ് ചെയ്യുകയോ മെർജ് ചെയ്യുകയോ പുഷ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ക്ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് കോഡ് ഡെവലപ്പ് ചെയ്യും, കമ്മിറ്റും പുഷും എല്ലാം അത് തന്നെ ചെയ്തോളും. എന്താ തോന്നുന്നത്? AI നമ്മുടെയൊക്കെ ജോബ് ടേക്ക് ഓവർ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ഒപ്പീനിയൻസൊക്കെ കമൻറ്റിൽ ഇടുക കേട്ടോ. പിന്നെ ഈ ക്ലോഡ് കോഡിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽസൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താലും മതി. ഞാൻ എൻ്റെ വർക്കിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കോപൈലറ്റാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആണ് ഈ ക്ലോഡിൻ്റെ ഒരു ഉടമയുടെ കോഴ്സ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓർത്തു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കും ആദ്യമേ ഒരു ഡൗട്ടായിരുന്നു, എന്താണ് ഈ ക്ലോഡും ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പം കുറേ റീൽസൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ, ഇതുപോലെ ജോബ് പോവും, എന്താ പുതിയ ഫീച്ചേഴ്സ് വരുന്നു, അങ്ങനെ കുറേ ആന്ത്രോപിക് അങ്ങനെ ഇഷ്യൂസും അങ്ങനെ കുറേ റീസെൻ്റ്ലി കുറേ ന്യൂസൊക്കെ വന്നപ്പോഴത്തേക്കിനും ഞാൻ ഓർത്തു ജസ്റ്റ് ഒന്ന് ഒരു കോഴ്സ് ചെയ്യാം, എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.